അതിനാൽ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇവിടെ ഈ ഹാളിൽ ഇരിക്കാൻ ഞങ്ങളുടെ മുഖ്യാതിഥി മുഹമ്മദ് ഷമീം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ അഭിമാന താരം, അർജുൻ അവാർഡ് ജേതാവ് श्री मोहम्मद शामी को वर्ष 2023 के लिए अर्जुन पुरस्कार प्रदान किया जाता है. കഴിഞ്ഞ വർഷം 500-ഓളം ക്രാഫ്റ്റുകൾ ഉള്ള ഷമി സാറിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ നടത്തി. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിലേറെയായി നടപടിക്രമത്തിന്റെ തീയതി മുതൽ ഞങ്ങൾ കടന്നുപോയി. ഒരുപക്ഷേ ആരോഗ്യകരമായ ജീവിതശൈലി, വളരെ നല്ല ഭക്ഷണക്രമം, ജീവിതശൈലി എന്നിവ കാരണം ഒരു നല്ല സ്പോർട്സ് വ്യക്തി പിന്തുടരുന്നത് അവന്റെ കായിക ജീവിതത്തോടൊപ്പം ആകസ്മികമായി അവന്റെ മുടി വളർച്ചയും വർദ്ധിച്ചു. അത് ദൈവത്തിന്റെ കൃപയായിരുന്നു. ദൈവിക കൃപയ്ക്ക് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. അദ്ദേഹം വളരെ നന്നായി ചെയ്തു. ഒരു അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്ക് അഭിമാനമേകി. ടാറ്റു എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. സൂചികൾ ആവർത്തിച്ച് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അതിനാൽ അമ്മ എന്നെ ഭയപ്പെടുത്തി. അതെ, എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ച് അമ്മ സർജറി ദിവസം വിളിച്ചിരുന്നു. പിന്നെ ശസ്ത്രക്രിയ നടത്തിയ ദിവസം ഞാൻ ആരോടും പറഞ്ഞില്ല. രാവിലെ ഉണർന്നു വണ്ടി എടുത്തു നേരെ ഇങ്ങോട്ട് വന്നു. എന്നാൽ ഒരു ചിന്ത നീണ്ടുപോയി, തലയിൽ എത്ര പിക്കുകൾ ഉണ്ടാകും? അതായിരുന്നു ഏറ്റവും വലിയ ഭയം. പക്ഷേ അനസ്തേഷ്യയ്ക്ക് ശേഷം എനിക്ക് ഒന്നും തോന്നിയില്ല. ഇവിടെ നിന്ന് അത് പൂർത്തിയാക്കിയ നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നു. എനിക്ക് ടിവി കാണാനും ഗെയിമുകൾ കളിക്കാനും കഴിയും. സ്റ്റാഫ് വളരെ സൗഹൃദപരമായിരുന്നു. ഒപ്പം ഉൾപ്പെട്ട എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഡോക്ടർമാരും. എനിക്ക് കുത്തോ വേദനയോ തോന്നിയാൽ അറിയിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ആ ധാരണ ശരിക്കും നല്ലതായിരുന്നു. നിങ്ങൾ ചികിത്സ നേടുമ്പോൾ അത് വളരെ മികച്ച കാര്യമാണ്. നിങ്ങൾക്ക് വേദനയില്ലാത്ത ചികിത്സ ലഭിക്കുന്നു. ഫലങ്ങൾ ഇതുപോലെ വരുമ്പോൾ ഒന്നും മികച്ചതായിരിക്കില്ല. ഫലങ്ങൾ എങ്ങനെ മാറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവരിൽ നിന്ന് കേട്ടിരുന്നു. ആളുകൾ സാധാരണയായി 60 കുറയ്ക്കുക 70% ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു. 80% പോലും വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ ഞങ്ങൾ അവരുടെ പ്രതീക്ഷകൾക്ക് പുറത്തേക്ക് പോയതായി എനിക്ക് തോന്നുന്നു. വളർച്ചയും മികച്ചതാണ്. എന്നാൽ നമ്മൾ ജീവിതശൈലിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തികച്ചും ലളിതമായ ഫാൻസി ലൈഫ് സ്റ്റൈൽ ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ വീട്ടിൽ താമസിച്ചു, വിയർക്കരുത് തുടങ്ങിയ ഡോക്ടർമാരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു. മാർഗനിർദ്ദേശങ്ങളുടെ ഏത് സമയവും ഞാൻ അവരെയെല്ലാം പൂർണ്ണമായും പിന്തുടർന്നുവെന്ന് ഞാൻ കരുതുന്നു. അതെ, നിങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും മതപരമായി പാലിച്ചു. നിങ്ങൾക്ക് ഫലം കാണാൻ കഴിയും, എനിക്കും കഴിയും. ഫലങ്ങൾ എങ്ങനെ മാറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവരിൽ നിന്ന് കേട്ടിരുന്നു. ഫലങ്ങൾക്കൊപ്പം നിങ്ങളുടെ രൂപവും മാറുന്നു. ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.